ഹായ് എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് ബ്രേക്കിന് വേണ്ടിയിട്ട് നെതർലാൻഡ്സിലെ ഒരു വില്ലേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ വില്ലേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ്. നമ്മൾ എന്തോ ഒരു ഫാറി ടെയിലൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അപ്പം ഈ വില്ലേജിൻ്റെ പേര് ഗേത്തൂൺ എന്നാണ്. നെതർലാൻഡ്സിലാണ് ഈ വില്ലേജ് ഉള്ളത്. ആൻഡ് ഈ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വെനിസ് ഓഫ് നെതർലാൻഡ്സ് ആണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കാസൊന്നും അലൗഡ് അല്ല. അപ്പം ആകെ നമുക്ക് പോകാൻ പറ്റുന്ന ഒന്നേ നടന്നു പോവുക, അല്ലെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് പോവുക, അങ്ങനെയാണ് പറ്റുക. അപ്പം ഒന്ന് ഏറ്റവും ലൗഡസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നോയ്സ് കേൾക്കുകയാണെങ്കിൽ ഒരു ഡക്കിൻ്റെ ഒച്ചയോ അങ്ങനെയൊക്കെ ആയിരിക്കും കേൾക്കാം. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആൻഡ് ഐ ടോട്ടലി റെക്കമെൻഡ് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഒരു സ്ഥലം വന്ന് കാണണം എന്നുള്ള. സോ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ്. സോ വെൽക്കം ടു മൈ ഗേത്തൂൺ വ്ളോഗ്. ഞങ്ങളൊരു 2 ഡേ ട്രിപ്പിനാണ് ഗേത്രൂണിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വില്ലേജ് കാണണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് നടന്നിട്ട് ഫുള്ളായിട്ട് കാണാം, അല്ലെങ്കിൽ സൈക്കിൾ എടുത്തിട്ടോ അല്ലെങ്കിൽ ബോട്ട് എടുത്തിട്ടോ ആണ് ഈ വില്ലേജ് കാണാൻ പറ്റുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയ ചെറിയ റോഡ്സ്, അപ്പം കാറുകൾക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ചെറിയ കുട്ടി കുട്ടി ബ്രിഡ്ജസും കാണാം. എല്ലാ സ്ഥലത്തും നമ്മൾ ഓരോ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു ഇങ്ങനത്തെ ചെറിയ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് പോകേണ്ടത്. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് 172 ബ്രിഡ്ജസ് ഉണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര ഭംഗിയുള്ളൊരു വില്ലേജാണ്. നമ്മൾ എന്തോ ഒരു ഫാറി ടെയിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കുണ്ടാവുക. ഇവിടുത്തെ വീടൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇത് ഗൈഡഡ് കനാൽ ക്രൂസ് ആണ്. ഇതിൽ നമുക്കൊരു ഗൈഡ് ഉണ്ട്, നമുക്കെല്ലാം പറഞ്ഞു തരും ഈ വില്ലേജിനെ പറ്റിയിട്ടും. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ബോട്ട് എടുത്തിട്ടും ഈ വില്ലേജ് മൊത്തമായിട്ട് കാണാം. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ പോയപ്പോൾ ഞങ്ങൾ ഈ ഗൈഡഡ് കനാൽ ക്രൂസ് ആണ് എടുത്തത്. നമ്മൾ ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ കണ്ടൊരു ഷോപ്പാണിത്. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി കയറിയതാണ്. നോക്കുമ്പം ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെൽസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഈ ഷെൽസിനെ കൊണ്ട് ഉണ്ടാക്കിയ ഓർണമെൻറ്റ്സ്, സ്റ്റാച്യൂകൾ, ലാംപ്സ് ഒക്കെ നമുക്ക് ഈ ഷോപ്പിൽ കാണാം. പിന്നെ ഇവിടെ കാണുന്ന വീടുകളിലൊരു പ്രത്യേകതയാണ്, ഇതുപോലെ ഇങ്ങനെ പുല്ലുകൊണ്ട് മേൽപ്പുരയുള്ള വീടാണ് നമുക്കിവിടെ അധിക വീടുകളും കാണാൻ പറ്റുന്നത്. ഇവിടെ കണ്ട വേറൊരു കാഴ്ചയാണിത്. നിങ്ങൾ ഈ കാണുന്ന മരമില്ലേ, ഈ മരം വലുതാകുമ്പോൾ തന്നെ ഇതിൻ്റെ ബ്രാഞ്ചസുകൾ ഇവരൊരു ഫ്രെയിം പോലെ ഇങ്ങനെ കെട്ടിവെക്കും. എന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പം ആ ഫ്രെയിം ഊരുമ്പോൾ ഒരു വേലി പോലെ ആവുന്നതാണ് കാണുന്നത്. ഇപ്പം ഞാൻ നെക്സ്റ്റ് ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇതുപോലെ ഉണ്ടാവും ഇത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഈ വില്ലേജിലെ പഴയ ഒരു കിൻഡർഗാർട്ടൻ സ്കൂളാണ്. പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയതിന് ശേഷം ഈ സ്കൂൾ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നതാണ്. ഇത് ഈ വില്ലേജിലെ ചേർച്ചാണ്. ഓൾമോസ്റ്റ് 1871 ഈ ചേർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീടിനൊരു പ്രത്യേകത ഉണ്ട്. ഈ വീടിൻ്റെ മേൽക്കൂര കാണാൻ ഡോഗിൻ്റെ ഒരു മുഖം പോലെയാണ്. അതുകൊണ്ട് തന്നെ ഡോഗ് ഹൗസ് ആണ് ഈ വീടിന് ഇവിടുത്തെ ആൾക്കാർ വിളിക്കുന്നത്.
പിന്നെ നമ്മൾ പോയത് ഈ പ്രഷ്യസ് സ്റ്റോൺസ് കിട്ടുന്ന ഒരു ഷോപ്പിലാണ്. ഇവിടെ പലതര പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ട്. ഈ സ്റ്റോൺസ് വെച്ച് ഉണ്ടാക്കിയ ലൈക്ക് ഇയറിങ്സ്, ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ പല കൺട്രീസിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റോൺസ് ഇവിടെ കാണാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റോൺസ് ആണ്, ലൈക്ക് പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. അപ്പം അങ്ങനത്തെയൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. ഈ വില്ലേജ് ഇത്രമാത്രം ഫേമസ് ആവാൻ കാരണം പണ്ട് ഇവിടെ ഒരു ഡച്ച് കോമഡി ഫിലിം ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫിലിമിൻ്റെ പേര് ഫാൻഫെയർ ആണ്. ആ ഫിലിം ഇറങ്ങിയതിന് ശേഷമാണ് എല്ലാവരും ഈ ഒരു വില്ലേജിനെ പറ്റിയിട്ട് അറിയാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വരാൻ തന്നെ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ പോയ അന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പല വീടുകളും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരെ താമസിക്കുന്ന തന്നെ ഉള്ളൂ. പലരും വീട് എയർബിഎൻബി ആയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ പറയാൻ തന്നെ ഒരു 3000-ന് താഴെയാണ് ഉള്ളത്. സോ ഐ ഹോപ്പ് ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു, ബൈ, ഹാവ് ഫൺ.